ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ്മി നോട്ട് 11T 5Gയുടെ അൺബോക്സിംഗ്, ഒരു ഫസ്റ്റ് റിവ്യൂ എലോങ് വിത്ത് പ്രോസ് ആൻഡ് കോൺസ് ഡിവൈഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഇരിക്കുന്ന വേരിയൻറ്റ് നമ്മുടെ 6GB 128GB അക്വാ മറൈൻ ബ്ലൂ കളറുള്ള നമ്മുടെ റെഡ്മി നോട്ട് 11T 5G ആണ്. മീൻസ് നമ്മുടെ നോട്ട് 11 സീരീസിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ഇവിടെ നമുക്ക് പവേർഡ് ബൈ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെടുക്കാം. സോ നമുക്ക് ഇതിനകത്ത് നമ്മുടെ നോർമൽ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. യെസ്, സോ നമുക്ക് ഒരു കേസ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് എടുക്കാം. ഓക്കെ, നോർമലി അത്യാവശ്യം ഒരു ഗുഡ് ക്വാളിറ്റി കേസാണ് കിട്ടുന്നത്, പ്യുവർ ട്രാൻസ്പാരൻറ്റ് കേസ്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു സിം ഇഞ്ചക്ടർ ടൂൾ വരുന്നുണ്ട് നമുക്കിവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്കതിനകത്ത്. സോ ആൻഡ് പിന്നെ വരുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, സോ ഗൈസ് നമുക്ക് പുറത്തെടുക്കുന്ന ബാക്കി ഫോണിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ വരുന്നത് വെച്ചാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ഓക്കെ, കാണാൻ പറ്റും എമ്മയുടെ ഫാസ്റ്റ് ചാർജർ. പിന്നെ നോർമലി നമ്മുടെ ടൈപ്പ് സി ഡാറ്റ കേബിൾസും വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാമാരും ഡയറക്റ്റ് ഫോണിട്ട് വരാം. സോ നമുക്ക് വാവ് ഗൈസ്, ഒരു ഗ്രേഡിയൻ ഫിനിഷാണ് കേട്ടോ. ഒരു അക്വാമറൈൻ ബ്ലൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓഷ്യൻ ബ്ലൂ ടൈപ്പ് ഒരു കളർ. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് ഏറ്റവും താഴെ മേലിലൊരു എന്താ പറയുക, ഒരു ഷൈനി ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ആ ക്രിസ്റ്റൽ ഒരു ഓറ ഫിനിഷോട് കൂടി ഒരു ഡിസൈനാണ്. ദാറ്റ് മീൻസ് ആ കളർ കോമ്പിനേഷൻ നല്ല കളറാണ് കേട്ടോ. അതെ, പിന്നെ നമുക്കിവിടെ റെഡ്മി 5G എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്, കണ്ടോ. അത് നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. ബാക്ക് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒറ്റ ലുക്കിൽ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പോർട്ട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. നമുക്കിവിടെ നമ്മുടെ USB Type-C പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീക്കർ 1 കിട്ടുന്നുണ്ട്, നമ്മുടെ മെയിൻ സ്പീക്കർ. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ നമ്മുടെ മൈക്ക് 1 ആൻഡ് ഗ്ലാഡ് നമ്മൾ സ്പീക്കർ 2. ദാറ്റ് മീൻസ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നാണ് സ്പീക്കർ, രണ്ടാമത്തെ സ്പീക്കർ. പിന്നെ നമ്മുടെ IR ബ്ലാസ്റ്റർ, നമ്മുടെ സെക്കൻഡറി മൈക്ക്. ആൻഡ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ പവർ ബട്ടൺ പ്ലസ് നമ്മുടെ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. സോ നമ്മളിങ്ങനെ ടക്ക് ടക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വോളിയം റോക്കേഴ്സ് പ്ലസ് മൈനസും. ആൻഡ് ഇവിടെ നമ്മുടെ സിം ഇജക്ടർ ട്രൈ വരുന്നുണ്ട്. ഓക്കെ, സോ സിം ഇജക്ടർ ട്രൈ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹൈബ്രിഡ് സ്ലോട്ടാണ് കേട്ടോ വരുന്നത്. ഡെഡിക്കേറ്റഡ് സ്ലോട്ടില്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കൂടെ വരുന്ന കേസുകൾ ഇട്ട് നോക്കി. ഇതാണ് കൂടെ വരുന്ന കേസ്. സോ ഓക്കെ, നല്ല കറക്റ്റ് ഫിറ്റുള്ള കേസാന്ന് തോന്നുന്നു. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 11T 5G. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് നമുക്ക് ബൂട്ടപ്പ് ചെയ്ത് നമുക്ക് ബാക്കിയിലുണ്ട് വരാം. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ റെഡ്മി നോട്ട് 11T 5Gയുടെ കോൺസ് അല്ലെങ്കിൽ ഞാൻ പറയുക ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയി ഞാൻ പറയുക. സോ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ നമ്മുടെ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ് ടു 8GB + 3GB ഓഫ് വിർച്വൽ റാം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ വരും. ബട്ട് ഇപ്പം എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 128. അപ്പോൾ നിങ്ങൾ നോക്കും 6നും ഈ 3GB റാം എക്സ്പാൻഷൻ വഴി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ് ടു 8GB റാം പ്ലസ് 3GB എന്ന് മീൻസ് 6GB റാം പ്ലസ് 3GB എന്നല്ല. സോ നമ്മുടെ 6GB റാം വെർഷൻ ആയിട്ടുള്ള ഈ ഫോണിൽ നമുക്ക് ഈ വെർച്വൽ റാം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ 8 128 എന്നുള്ള ആ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് വെർച്വൽ റാം കിട്ടുള്ളൂ. ബട്ട് സോ ചിലർ ഈ വെർച്വൽ റാം 3GB ഉണ്ട്, 6+3 9GB എന്ന് ഓർക്കണവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അത് വലിയൊരു മാറ്റർ അല്ല. വെർച്വൽ റാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റാം ഹെൽപ്പറായിട്ട് ആക്ട് ചെയ്യുന്ന പോലത്തെ സംഭവമാണ്. സോ വലിയ ഡീൽ അല്ല, ബട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോളൂ. നെക്സ്റ്റ് കാര്യം നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബട്ട് ഈ സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ നോട്ട് 10 Pro
വരുന്നത് നമ്മുടെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ നോട്ട് 10 പ്രോ വരുന്നത്. ബട്ട് അതൊരു 4G ഫോൺ, ബട്ട് ഇതൊരു 5G സ്മാർട്ട് ഫോൺ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി ഡിസ്പ്ലേ ചെയ്തു. സോ IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് റീഫ്രഷ് റേറ്റ് നമുക്ക് 90 ഹെർട്സ് ആണ്, 120 ഹെർട്സ് അല്ല. നമുക്കിപ്പോൾ നമ്മുടെ പോക്കോ X2, പോക്കോ X3, നമ്മുടെ നോട്ട് 10 പ്രോ ഒക്കെ നമ്മൾ 120 ഹെർട്സ് ആണ് വന്നിരിക്കുന്നത്. അത് ആമോലെഡ് 120 ഹെർട്സ്, പോക്കോ X2 X3 ഒക്കെ നമ്മുടെ LCD 120 ഹെർട്സ്. സോ ഇതിന് നമുക്ക് മാക്സിമം 90 ഹെർട്സ് ഓക്കെ ആണ് കേട്ടോ. അത്യാവശ്യം സ്മൂത്ത്നെസ് തന്നെയുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ, കുഴപ്പമില്ല. ഓക്കെ, ബട്ട് എൻ്റെ ഒരു 120 കൊടുക്കുവാനും കുറച്ചും കൂടി അടിപൊളിയാണ്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇതൊരു ആമോലെഡ് നമ്മുടെ നോട്ട് 10 പ്രോയുടെ സെയിം ഒരു സെറ്റപ്പ് വന്നിട്ട് ഒരു 5G കിട്ടുമായിരുന്നു. ഇത് ടോപ്പ് ഓഫ് ആ സെഗ്മെൻറ്റ് ലീഡറായിരുന്നു. ബട്ട് സ്റ്റിൽ നൈസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഈ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് LCD ഡിസ്പ്ലേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള നല്ല കളർ അക്യുറസിയും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നോട്ട് 11T 5G ഡിസ്പ്ലേ വരുന്നത്. കളേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഷാർപ്പ് കളേഴ്സാണ് തന്നെ. ദാറ്റ് മീൻസ് IPS LCD നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം. നല്ല എന്താണ് ആ ഗ്രീനൊക്കെ നല്ല ഡീപ്പ് ആൻഡ് ഷാർപ്പ് ഗ്രീനാണ്. ഞാൻ ആക്ച്വലി നാച്ചുറൽ ഐസ് വെച്ച് കാണുമ്പോൾ രീതിയിലിട്ട് പറയണം. അത്യാവശ്യം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബാൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ LCD ആമോലെഡ് ആ ടെക്നോളജി ബേസ് നോക്കുമ്പോൾ ഉള്ളൊരു ഇത് മാത്രം അതല്ലാണ്ട് എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നിയില്ല. ദാറ്റ് മീൻസ് ഈ സെഗ്മെൻറ്റ് വൈസ് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഒരു LED ആയിരുന്നെങ്കിൽ ടോപ്പ് ഓഫ് നോച്ച് ആണ്. പിന്നെ എന്ത് റെസൊല്യൂഷൻ വരുന്നത് 1080x2400 ആണ് ഇതിൻ്റെ പിക്സൽസ് വരുന്നത്. 399 pp വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആ സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ബാൻ അടിക്കാനുള്ള ഒരു ഡിസ്പ്ലേ ഒന്നുമില്ല. ഡിസ്പ്ലേ എനിക്ക് പക്കട്ട് തോന്നി. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രീൻ ആയാലും വൈറ്റ് ആയാലും ഓക്കെ. സോ ഒരു നല്ല ഡിസ്പ്ലേ. സാധാരണ ഈ സെഗ്മെൻറ്റ് ഇച്ചിരി മോശമായിരിക്കും വരിക IPS LCD ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു നൈസാണ് വരുന്നത് ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ സെഗ്മെൻറ്റ് ഞാൻ ഓക്കെയാണ്. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ മിക്കതും ഞാൻ നോട്ട് 10 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യാൻ ആ സെഗ്മെൻറ്റിലുള്ളതാണ്. ബട്ട് അതൊരു 4G ആണ്. ബട്ട് എടുത്ത് പറയേണ്ട ഇത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3D ആണ് പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത്. നമ്മൾ നോട്ട് 10 പ്രോ നോക്കുവാണെങ്കിൽ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5, അത് മീൻസ് ഓൾമോസ്റ്റ് ലേറ്റസ്റ്റ് 7 വിക്ടേഴ്സ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. ബട്ട് ഇതിന് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3 ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 5 കൊടുക്കാമായിരുന്ന ഒരു ഒപ്പീനിയൻ. ബട്ട് സ്റ്റിൽ ആ പ്രൈസ് സെഗ്മെൻറ്റ് വിത്ത് 5G ആയാലും നമുക്ക് അവിടെ ഒരു ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ മറ്റൊരു കാര്യമാണ് നമുക്ക് HDR നമുക്കിതിന് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് നമ്മുടെ നോട്ട് 10 പ്രോ IQ C3 ഒക്കെ നമുക്ക് HDR കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇതിന് HDR ഓക്കെ ആണ്. ബട്ട് സ്റ്റിൽ HDR ഉണ്ടാവാമായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് സ്ലൈഡർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. സോ ഞാൻ യൂഷ്വലി ഒരു MIയുടെ ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബ്രൈറ്റ്നസ് എനിക്ക് കുറവാണ്. നമ്മൾ ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യേണ്ടി ഞാൻ പറയാം. ബട്ട് ആക്ച്വലി ഇപ്പോൾ എനിക്ക് അറ്റ്ല കറണ്ട് നോക്കിയിട്ടും ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റ്നസ് ഒരു ഓക്കെ ബ്രൈറ്റ്നസ് എന്ന് പറയാനുള്ളൂ. അല്ലാണ്ട് നമ്മൾ മറ്റേതാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ക്യാമറ കാണുമ്പോൾ അത് അറിയാൻ പറ്റും. ബട്ട് ഇതിനകത്ത് നോർമലി ക്യാമറയിൽ പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് ബ്രൈറ്റ്നസ് ഉള്ളൂ. സോ ഒരു ബ്രൈറ്റ്നസ് അത്ര ഒരു പീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലായാലും നമുക്ക് ചെക്ക് ചെയ്യാം പിന്നീട്. ഓക്കെ, സോ അതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറാസ്. ഓക്കെ, സോ നോർമലി ഇപ്പോൾ എല്ലാ ഫോൺസും വരുന്നത് 4 ക്യാമറാസ്. പക്ഷേ ആവശ്യമില്ലാത്ത 2 ക്യാമറാസ് ഉണ്ടാവും. ഒരു മാക്രോയോ ഉണ്ടാവും, ഒരു ആവശ്യമില്ലാത്തൊരു ഡെപ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമറയൊക്കെയാണ്. ബട്ട് ഇതിനകത്ത് ജസ്റ്റ് 2 ക്യാമറാസ് ഉള്ളൂ. ബട്ട് നിങ്ങൾ നോക്കും ഇപ്പോൾ ഇവിടെ കാണണമെങ്കിൽ എത്രയൊക്കെയാണ് 4-5 ക്യാമറാസൊക്കെ ഉള്ള ടോട്ടൽ 5 ക്യാമറാസിൻ്റെ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ജസ്റ്റ് ഒരു മെയിൻ ക്യാമറ സാംസങ്ങിൻ്റെ ഒരു 50 MB ഒരു ക്യാമറ, പിന്നെ ജസ്റ്റ് ഒരു അൾട്രാ വൈഡ് ക്യാമറ 8 MB, ഇത് 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചുമ്മാ ഒരു ഡിസൈൻ, ഒരു ലേസർ ഓട്ടോ ഫോക്കസ് രീതിയിൽ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മേലൊരു ജസ്റ്റ് ഒരു ഡിസൈനാണ്. ഇവിടെ ജസ്റ്റ് പ്ലാസ്റ്റിക് മേലൊരു AI എന്നുള്ളത് കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ 2 ക്യാമറാസ്, ബട്ട് നീറ്റ് ആൻഡ് ഓക്കെ എന്ന് ഞാൻ പറയും. ജസ്റ്റ് ഞാൻ ക്യാമറയുടെ UI എന്ന് കാണിച്ചു തരാം. യെസ്, ഓക്കെ. സോ ഇതാണ് നമ്മുടെ ക്യാമറ UI. നമുക്ക് ഫോട്ടോ, വീഡിയോ, പ്രോ മോഡ് വരുന്നുണ്ട്. അപ്പർച്ചർ ISO വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പോർട്രേറ്റ് മോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് വെച്ച് 16 MB ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് വരുന്നത്. അത് നമ്മുടെ ഒരു പഞ്ച് ഹോൾ ടൈപ്പാണ്. അത്യാവശ്യം നീറ്റാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഒരു നൈസ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ.
ആണ് വരുന്നത്. ഓക്കെ, സോ അത്രയാണ് എനിക്കൊരു ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഒരു മാക്രോ ഒരു ഡെപ്തിങ്ങളുടെ ജസ്റ്റ് പേരിനാണ് ചിലർ കൊടുക്കും. ബട്ട് ആക്ച്വലി ഈ 5 MB മാക്രോ എനിക്ക് ചിലർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നും. കാരണം ചില നല്ല ക്ലോസ് ഷോട്ട്സ് ഒക്കെ പക്കയായിട്ട് മാക്രോ ക്യാമറ എടുക്കാൻ പറ്റും. സോ അതുങ്ങളുടെ മാക്രോകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായതിനെ. ഡെപ്ത് പിന്നെയും വലിയ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ 5G ആയതുകൊണ്ട് അവർ ചില സ്ഥലത്ത് കോസ്റ്റ് കട്ടിങ് നടത്തിയേക്കാണ് അവിടെ വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് 2 ക്യാമറാസ് വലിയ മാറ്റർ അല്ല ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ IQ ഇത്രയും നേരം നമ്മൾ ഇതിൻ്റെ കമ്പാരിസൻ്റെ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ നോട്ട് 10 പ്രോയും IQ-C3 ആയിട്ടാണ് ഇതിൻ്റെ കമ്പാരിസൺ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. മീൻസ് ആ സെഗ്മെൻറ്റിൽ വന്ന് പിന്നെ അവർ രണ്ടുപേരാണല്ലോ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ IQ-C3യും ഇതിൻ്റെ സ്പെക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ നമുക്ക് 120 Hz ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നോട്ട് 10 പ്രോ വെച്ച് നോക്കുമ്പോൾ 5G റെഡി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസീഡ് വരും. ഇത്ര നേരം നമ്മൾ കോൺസ് പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ പ്രോസീഡ് വരികയാണെങ്കിൽ ഫസ്റ്റ് കാര്യം നമുക്ക് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് തുടങ്ങാം. ഞാൻ കേസ് ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ കണ്ട അത്യാവശ്യം ഒരു കർവ്ഡ്, ഒരു ഫ്ലാറ്റ് പ്ലസ് കർവ്ഡ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സൈഡ് ബെസൽസ് ഒക്കെയാണ്. ദാറ്റ് മീൻസ് ഇത്തിരി പോളികാർബണേറ്റ് ബാക്കാണ് പോളികാർബണേറ്റ് ബാക്ക്. പക്ഷേ എനിക്ക് ആ ഒരു ഗ്രേഡിയൻ ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവും. 3 2 1 ഗോ ഉണ്ടോ ഒന്നൂടെ. 3 2 1 ഗോ ഉണ്ടോ. ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ്, റാപ്പിഡ് ഫാസ്റ്റാണ്. 3 2 1 ഗോ. ഓക്കെ, സോ അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 195 grams ഉള്ളൂ എന്നല്ല ഉണ്ട്. ദാറ്റ് മീൻസ് 5000 mAh ബാറ്ററി വന്നിട്ട് 195 കുഴപ്പമില്ല. ബട്ട് നല്ല ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആ ഒരു 195 ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യുന്നില്ല. കൈ പിടിക്കുമ്പോൾ ഉണ്ടോ, അതെ കൈ പിടിക്കുമ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു കൂൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വെയിറ്റ് തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.8 mm ആണ് തിക്നെസ് വന്നിരിക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം 5G. ജസ്റ്റ് ഒരു 5G 2 5G ബാൻഡ് കൊടുത്തിട്ടുള്ള ഒരു 5G ഫോണല്ല, 7 5G ബാൻഡ്സ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അപ്പോൾ 5Gയുടെ കാര്യത്തിൽ ഡുവൽ 5G, അതും ഡുവൽ 5G ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിൻ്റെ മെയിൻ കാര്യം, എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള കാര്യം സ്പീക്കേഴ്സാണ്. അത് നമുക്ക് നോട്ട് 10 പ്രോയിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ 5G ആകുമ്പോൾ അവർ അതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് നല്ല കാര്യമാണ്. ഓക്കെ, സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗൈസ്, സ്പീക്കേഴ്സ് നല്ല സ്പീക്കേഴ്സ് തന്നെയാണ്. നമുക്ക് നോട്ട് 10 പ്രോയിലൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് സ്പീക്കേഴ്സാണ്. നല്ല സ്പീക്കേഴ്സ് തന്നെയാണ്. അത്യാവശ്യം ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൗഡ്നെസ്സും ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു എനിക്ക് തോന്നുന്നൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയോയുടെ ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ താഴത്തെ ബേസ് സ്പീക്കറിൽ തന്നെയാണ്. ഇത് ഒരു അത്യാവശ്യം ലൗഡ്നെസ് കൊടുക്കുന്ന ഒരു സറൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു. കൂടുതൽ ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലും സൗണ്ട് വരുന്നതിനകത്തും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ്, അത്യാവശ്യം നൈസ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ടോപ്പിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നെ സ്പ്ലാഷ് റെസിസ്റ്റർ, അതായത് ലൈറ്റായിട്ടുള്ള മഴയത്തൊക്കെ ജസ്റ്റ് യൂസ് ലൈറ്റ് മഴ, ദാറ്റ് മീൻസ് ചാറ്റൽ മഴയത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ട് അത്രയും പോലും ഇല്ല, ജസ്റ്റ് ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ഉണ്ട്. IP53 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അഡുണ്ടൂടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ ജസ്റ്റ് അഡുണ്ടു ബെഞ്ച് മാർക്കിനകത്ത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ UFS സ്റ്റോറേജ് സ്പീഡ്സ് നോക്കാം. ഓക്കെ, സ്റ്റോറേജ് ടെസ്റ്റ് നമുക്ക് കിട്ടിയ സ്കോർ ഉണ്ടോ ഒന്നുകൂടി ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ നമുക്കിത് വരുന്നിരിക്കണേ UFS 2.2 ആണ് നമുക്ക് സ്റ്റോറേജ് സ്പീഡ്സ് വന്നിരിക്കണേ. റീഡ് ആൻഡ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ 33,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 33,901 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡും റീഡ് ആൻഡ് UFS 2.2 വെച്ച് നല്ല സ്പീഡുണ്ട് ഞാൻ പറയും. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ നോർമലി ഇതിൻ്റെ ദാറ്റ് മീൻസ് ഈ ഫോൺസ് ദാറ്റ് മീൻസ് നമ്മുടെ നോട്ട് ആൻഡ് പ്രോ യൂസ് ചെയ്യുന്ന എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഇതിലും വന്നിട്ടുണ്ട്. സോ ഹാപ്റ്റിക്സ് ഒക്കെ ഒരു ഡിഫൈൻഡ് ഹാപ്റ്റിക്സ് ആണ്, ചുമ്മാ വൈബ്രേഷൻ വൈബ്രേഷനുള്ള ഹാപ്റ്റിക്സ് അല്ല, അത് നല്ല ഡിഫൈൻഡ് ടിങ് 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 ആണ് നമുക്ക് ആ ഫീഡ്ബാക്ക് നമുക്ക് കയ്യിൽ കിട്ടുന്ന ടൈപ്പുള്ള ഒരു ഹാപ്റ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല ഹാപ്റ്റിക്സ് ആണ്. പിന്നെ നമുക്ക് ഓൾറെഡി പറഞ്ഞ 33 വാട്ട് ചാർജർ കിട്ടുന്നുണ്ട്, 5000 mAh ആണ് ബാറ്ററി വരുന്നത്. പിന്നെ ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 240 Hz ആണ്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ നമുക്ക് അപ്രോക്സ് 330 കിട്ടുന്നുണ്ട് കേട്ടോ, 329 330. ഓക്കെ, സോ എക്സാക്റ്റ് കമ്പനി പറഞ്ഞാൽ 240. ദാറ്റ് മീൻസ് ഈ കാണുന്ന റീഫ്രഷ് ദാറ്റ് മീൻസ് ഇപ്പോൾ 330 മൈനസ് നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ്, അതായത് 330 മൈനസ് 90. സോ എക്സാക്ട്ലി ഇത് 329 വരെയൊക്കെ കയറുന്നുണ്ട്, 326 27. സോ എക്സാക്ട്ലി ഒരു 240 അടുത്ത് 240 എക്സാക്ട്ലി ഒരു 240 തന്നെ കിട്ടുന്നുണ്ട്. അടുത്ത് ഒരു മൂന്ന് ഒക്കെ കുറവ് ദാറ്റ് മീൻസ് 327 വരെ കിട്ടും. സോ നിയർലി 240 Hz തന്നെ കമ്പനി ക്ലെയിം ചെയ്യണതിന് നമ്മുടെ ടച്ച് സാമ്പിളിങ്. സോ ഗെയിമിങ്ങിനൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യമാണ് ഇതിൻ്റെ പ്രോസസ്സർ. സോ ഡയമൻസിറ്റി 810 ആണ് വരുന്നത് പ്രോസസ്സർ. സോ നല്ല കേപ്പബിൾ ചിപ്പാണ്. ബട്ട് എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ചെയ്യണം, അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. സോ ഒപ്റ്റിമൈസേഷൻ അടിപൊളിയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. മീൻസ് ആ ഗെയിം ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയി കഴിഞ്ഞാൽ നല്ല കിഡിലൻ ചിപ്പാണ് ഡയമൻസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 810 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും ഫോൺസ്. ദാറ്റ് മീൻസ് നമ്മൾ നോർമലി കണ്ടുവരുന്ന സെഗ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ സ്നാപ്ഡ്രാഗൺ സീരീസിനേക്കാളും കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും ഫോൺസ്. ബട്ട് നമ്മൾ ബാറ്ററി ഫോൺസ് പബ്ജിയൊക്കെ നമുക്ക് HD അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ ഞങ്ങൾ നല്ലൊരു ഹൈ എൻഡ് പെർഫോമൻസ് അല്ല ഉദ്ദേശിച്ച് അത്യാവശ്യം HD ഒരു നോർമൽ രീതിയിൽ ലൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ ഒരു പെർഫോമൻസ് നൽകാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ ഇത്. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി മെയിൻ കാര്യം, നമ്മുടെ ഈ നോട്ട് സീരീസിൻ്റെ കാര്യം നമുക്ക് മെയിൻ ഒരു പ്രശ്നം വെച്ചാൽ അവൈലബിലിറ്റിയാണ്. സോ ആക്ച്വലി ഇത് ഫസ്റ്റ് സെയിൽ നടന്നത് നമ്മുടെ December 8 സംതിങ് ആയിരുന്നു. സോ അത് നേരത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് പ്രൈസ് 14,999 ആണ്, നമ്മുടെ 664 ഒക്കെ പറഞ്ഞിരുന്നത്. ബട്ട് അതൊരു ICICI 1000 rupees കാർഡ് ഓഫറിലൊക്കെയാണ്. ബട്ട് ഇപ്പോൾ അടുത്ത December 21 സെയിൽ വരുന്ന ആ ഒരു വേരിയൻ്റ് ഇല്ല, ജസ്റ്റ് ഉള്ളത് 128, അത് 17,999 ആണ്. നമ്മുടെ കറക്റ്റ് എൻ്റെ പ്രൈസ് 15,999 ആണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ വിത്ത് കാർഡ് വിത്തൗട്ട് കാർഡ് ഓഫർ ആണെങ്കിൽ 16,999. ഇപ്പോൾ 1000 rupees ഡയറക്റ്റ് കയറ്റി 17,999, ഇനി 8,199 19,999 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 16,999 17,999 ഈ സാധനം വെർത്താണോ എന്ന് വെച്ചാൽ നമ്മൾ കറൻ്റ്ലി നോക്കുമ്പോൾ ഒരു 5G റെഡി സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കാനുള്ള മൈൻഡാണെങ്കിൽ IQC3 ഇതൊക്കെ വെച്ച് IQC3 ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ദാറ്റ് മീൻസ് ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്. ബട്ട് ഈ 19,999 പോയി നമ്മൾ 20 സെഗ്മെൻറ്റ് ടച്ച് ചെയ്തു വേണം പറയാൻ. സോ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഹൈ ആയിട്ട് തോന്നും. ബട്ട് ഒരു 17,999 ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പ്രൈസ് അടിപൊളിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഇച്ചിരി കൂടി വരണമെന്ന് ഒരു സംശയമുണ്ട്. ഓക്കെ, സോ എനിക്കൊരു ഓവറോൾ നൈസായിട്ട് തോന്നി. ബട്ട് പ്രൈസിങ് കുറച്ച് എന്താ പറയുക, കുറച്ച് അഗ്രസീവ് വേണമെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവ് ആക്കാം. ഇൻട്രൊഡക്ടറി പ്രൈസ് തന്നെ നമുക്ക് കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഈ 6,128 15,999 നമ്മുടെ 8,128 നമ്മുടെ 17,999 ആ പ്രൈസ് ആണെങ്കിൽ അടിപൊളി പ്രൈസ്. സ്റ്റിൽ ഓക്കെ, ഒരു 5G ഫോൺ സ്മാർട്ട് ഫോൺ ആണ്, സ്റ്റിൽ ഓക്കെ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ Redmi Note 11T 5G. സോ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ റിവ്യൂസ്, ഗെയിമിംഗ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.